ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനാ ധ്വനിയുടെ 365 ദിനമാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാനായിട്ട് അധികം അവകാശം ഒരുക്കിയത് എന്ന് പറയുമ്പോൾ 365 ദിവസം എന്ന് പറയുമ്പോൾ ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയമാണ് 365 ദിവസം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷകാലം ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ഈ പ്രഭാതന പ്രാർത്ഥനയിൽ പങ്കെടുത്ത എത്ര നന്ദി പറഞ്ഞാൽ ദൈവത്തിന് മതിയാകത്തില്ലെങ്കിലും ഞാൻ ഈ വർഷമാണ് ഇതിനകത്ത് കയറാൻ എനിക്ക് കഴിഞ്ഞത്. എങ്കിലും ചുരുങ്ങിയ ചില മാസങ്ങളായിട്ടുള്ളൂ ഞാൻ കയറിയിട്ട്. എങ്കിലും ഓരോ പ്രഭാതത്തിലും ഈ പ്രയർ എന്ന് പറയുമ്പോൾ ഓടി കയറണം എന്നുള്ള വലിയൊരു വാഞ്ച ഉണ്ടാകുന്നുണ്ട്. കാരണം സാധാരണ ഒരു പ്രയർ പോലെ അല്ല ഇത്. ഒത്തിരി പ്രയർ പങ്കെടുക്കാറുണ്ട്. കാരണം ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒത്തിരി പ്രയറുകൾ വരാറുണ്ട് പ്രഭാത പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വളരെ എഫക്റ്റീവായ ഒരു പ്രാർത്ഥന ആണ് നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ ഒരു വലിയ ഇത്. അതുകൊണ്ട് തന്നെയല്ല ഇതിന്റെ ലീഡർഷിപ്പ് വഹിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ ബെൻസൺ പാസ്റ്റർ, അദ്ദേഹത്തെ ഇരുത്തി ഒന്നും പുകഴ്ത്താനില്ല. കാരണം അദ്ദേഹത്തെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും കണ്ണുനീരിന്റെ അംശമുണ്ട്, ഓരോ പദങ്ങളിൽ താന്. അപ്പോൾ ആത്മഭാരമുള്ള ഒരു ദൈവദാസനാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രാർത്ഥനയിൽ നമുക്ക് വന്ന് കയറാൻ തോന്നുന്നത്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടെ ഒന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാവിലെ ലീഡർഷിപ്പ് അങ്ങനെയാണ്, അതിന്റെ പുറകിലാണ് ബാക്കി എല്ലാവരും. ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയ ഒരു കാര്യം, നമ്മുടെ സഭകളിലൊക്കെ ലീഡർഷിപ്പുകൾ അവർ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വചനധ്യാനത്തിനും ഇന്ന് സ്ഥാനമില്ലാത്തൊരു കാലത്തിലേക്ക് പോകുകയും. കാരണം ഞാൻ വളരെ വേദനയോട് പറയുന്നു, ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനൊരു മെസ്സേജ് തരുമോ ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇതുണ്ടായി. കാരണം ഇന്ന് ഈ വർഷത്തിന്റെ അവസാനമാണ്. രാവിലെ ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഭാഗ്യമായിട്ട് പദവിയായിട്ട് ഞാൻ കരുതുന്നു. കർത്തദാസനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ചൊരു താല്പര്യം, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മറ്റൊരു ചർച്ചിൽ അരണിക്ക് കടന്നുപോയി. അപ്പൊ അവിടെ ഞാൻ കേട്ട അവിടെ പെട്ടെന്ന് അരാന നിർത്തിവെച്ച് അവരുടെ ചർച്ച ഇന്നത്തെ ഈ വാച്ച് നൈറ്റ് സർവീസിനകത്ത് എന്ത് കൊടുക്കും, ഫുഡ്, നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ആക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹൃദയവേദനയായിപ്പോയി. കാരണം എൻ്റെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ജനിച്ചത് പെന്തിക്കോസ്തിനകത്താണ്. അപ്പൊ അന്നത്തേക്ക് ഈ ആരാധന എന്ന് പറയുമ്പോൾ ഭയങ്കര കണ്ണുനീരായിരുന്നു ചർച്ചുകളിലെ ആരാധനകൾ. വാച്ച് നൈറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ രാത്രി 7 മണിക്ക് തുടങ്ങിയാൽ സാക്ഷ്യങ്ങൾ പറയാൻ കിടക്കുന്നു, ഒത്തിരി അത്ഭുതങ്ങൾ. അപ്പൊ അതുകൊണ്ട് 7 മണിക്ക് തുടങ്ങിയ 12 കഴിഞ്ഞ് തീരത്തില്ല, 1-2 മണിയാവും തീരുമ്പോൾ. കാരണം പുതിയ ആരാധന, പുതിയ സമർപ്പണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ കഴിയാത്ത അതിനെക്കുറിച്ചുള്ള വേദനകൾ, ഇതൊക്കെ പങ്കുവയ്ക്കാൻ ഭയങ്കര കരച്ചിലായിരിക്കും ഈ അവസാന മീറ്റിങ്ങിന്റെ ചർച്ചകൾ. പക്ഷെ ഇന്ന് നേരെ തിരിച്ചുപോയി. ഇന്ന് 7 മണിക്ക് വരുന്നത് എന്തിനാ? ഡാൻസ് കളിക്കാന്, സ്കിറ്റ് ചെയ്യാന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അവരെ ഇത് ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ തലമുറ ദൈവത്തിലേക്ക് അടുത്ത് വരും? ഞാൻ അതിനൊന്നും എതിരല്ല, പക്ഷെ എനിക്ക് ഒത്തിരി വേദന തോന്നി. കാരണം ഇന്ന് എന്ത് ഫുഡ് കഴിക്കണം, ഇത് ഭയങ്കര ഇതാണ് പൈസലോ. എന്നാൽ അന്യം നിന്ന് പോകുന്നൊരു കാലത്ത് ഈ രാവിലെ കണ്ണുനീരോടെ ഞാൻ കണ്ടു. നമ്മുടെ ഇന്ന് വർഷിപ്പ് ചെയ്തത് റോബിൻ രാജു, അതുപോലെ തന്നെ സിസ്റ്റർ ഫെവി റോബിൻ, ഇവർ രണ്ടുപേരുമാണ്. ഞാൻ കണ്ടു അവരുടെ പാട്ടിനകത്ത് കണ്ണുനീരുണ്ടായിരുന്നു. കാരണം അവരനുഭവിക്കുന്ന വേദന, പ്രഷറോ, എനിക്ക് ഭയങ്കര. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ഭാരമുണ്ടായി. കാരണം അവര് കാനഡയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാവിലെ വർഷിപ്പ് ചെയ്തത്. പക്ഷേ അവിടെ പാടുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുപോയ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അതിന്റെ നടുവിൽ ദൈവം വരെ പരിപാലിച്ച അതിന്റെ നന്ദി സൂചകമാണ് അവരുടെ കണ്ണുനീരിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ചിലരാണ് ഇതിനകത്തുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് നടത്താൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രയർ ഗ്രൂപ്പാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ വളരെ താല്പര്യമുള്ള മനുഷ്യനാണ്. 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാനും ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഡെയിലി പ്രാർത്ഥിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഏതോ വിഷയം കേട്ടാലും പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുമുണ്ട്. കാരണം പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ദൈവം അയക്കുന്നിടത്ത് കർത്താവിന്റെ പരസ്യയോഗം കഴിഞ്ഞ വർഷവും ഇന്നലെയും ഞങ്ങൾക്ക് കടന്നുപോയി. ദേശത്ത് കൊട്ടാരക്കരയുടെ ഉൾഭാഗങ്ങളിൽ കടന്നുപോയി. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ദേശത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ചില ദൈവാസന്മാർക്ക് സഹായിച്ചു. എല്ലാ ചൊവ്വയും, എല്ലാ ബുധനും, എല്ലാ വ്യാഴവും ഈ 3 വർഷങ്ങൾ ഞങ്ങൾക്ക് പരസ്യയോഗമാണ്. ഞങ്ങൾക്ക് 1-2 ടീമുകളുണ്ട്. അവരോട് ചേർന്ന് കടന്നുപോയി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയാണ് അടിയനും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞൊരു വർഷകാലം ദൈവം നടത്തിയ എല്ലാവിധം നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഈ മഹത്തായ ഈ പ്രാർത്ഥന ധ്വനിയിൽ എനിക്ക് അംഗമാകുവാനും അതിൽ വന്ന് സഹകരിപ്പാൻ തന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ ഭാഗ്യം. കാരണം
ഒരു വലിയ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പൊ ഇന്നും രാവിലെ എഴുന്നിട്ട് ആ പ്രാർത്ഥന കേട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഈ വർഷം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ തുടക്കം നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ ആശംസിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ സഹകാരികളെ, പ്രത്യേകിച്ച് 15 രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി വർദ്ധിക്കട്ടെ. അനേക രാജ്യങ്ങളിലേക്ക് ഇത് പ്രാർത്ഥനാ സഹകാരികൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ ലീഡേഴ്സിനും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സ് ഉള്ള എല്ലാ ലീഡേഴ്സിനും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഡിവൈസിനകത്ത് തലവണക്കി എല്ലാവർക്കും ഒരു കൂടെ നന്ദി പറയുന്നു. പ്രത്യേക കുടുംബത്തെ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് കർത്താവിന്റെ ദാസന്റെ ഏരിയയിൽ പരിശോധന നടത്താനിടയായി. ജോസഫ് പാസ്റ്ററോട് ചേർന്ന് ഞങ്ങൾക്ക് ആ ഏരിയയിലെ പരിശോധനകൾ ചുറ്റോട് കഴിഞ്ഞ ആഴ്ച നടത്താനിടയായി. അങ്ങനെ ഒത്തിരി ദേശവുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. ദൈവം ആ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. മുഖവരെ പറഞ്ഞ സമയം കളയുന്നില്ല. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യമാണ് ദൈവാത്മാവ് ഇന്നലെ ദൈവാസനോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വന്ന വാക്യം അതാണ്. ആവർത്തന പുസ്തകം 1-21. ഞാൻ ആ വാക്യം വായിക്കാം. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് കൈവശമാക്കിക്കൊള്ളുക. നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്നലെ രാത്രി തന്നെ തന്ന ഒരു നിയോഗമാണ്. ആ വചനം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരാനിടയായി. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്കറിയാം ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആവർത്തനം, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള പദമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ ആവർത്തന പുസ്തകത്തിന്റെ ഈ ഭാഗങ്ങൾ നമുക്കറിയാം. സീനായി മലയിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണവും അപ്പോൾ തന്നെ കൽപ്പനകളും കൊടുക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ വലിയ ബന്ധമാണ് അവിടെ കാണുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ഈ ഉപദേശം പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. മോനെ അങ്ങനെ ചെയ്യരുത്, മോനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് വേദന തോന്നും. പക്ഷെ അതിന്റെ അർത്ഥം ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. മോനെ അത് എടുക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ സ്നേഹം അവിടെ ഉടലെടുക്കുകയാണ്. അപ്പം ഉപദേശവും എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരാളെ തകർക്കാനല്ല. ഉപദേശത്തിന്റെ പിമ്പിൽ മറിഞ്ഞിരിക്കുന്നത് ആഴമേറിയൊരു സ്നേഹമുള്ളത് കൊണ്ടാണ്. മോനെ അത് തുടരുത്, സ്വിച്ച് തുടരുത്, കറണ്ട് അടിക്കും എന്നുള്ള ഭയം നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പറയും മോനെ സ്വിച്ച് തുടരുത്. അതിന്റെ അർത്ഥം നമ്മൾ ആ കുഞ്ഞിനെ, ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഴമായി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പുറകിലുള്ള ഉപദേശവും പുറകിലുള്ള ശിക്ഷയും അതിനുള്ള ശാസനയൊക്കെ എന്ന് പറയുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആവർത്തന പുസ്തകത്തിന്റെ പ്രത്യേകത ആ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 38 വർഷത്തെ മരുഭൂപ്രയാണത്തിന്റെ ഒരു ആഴമേറിയ ചിന്തയാണ് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വാഗ്ദത്ത കനാലിൽ എത്തിയില്ല. എത്തുന്നതിന് മുമ്പുള്ള 38 വർഷം, 40 വർഷം എടുത്തു. അപ്പം 38 വർഷം അവരുടെ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളും ദൈവം അവരിലൂടെ നടന്ന അത്ഭുതങ്ങളും ഒക്കെയാണ് ഈ ആവർത്തന പുസ്തകത്തിന്റെ വിവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 430 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന് അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രതിസന്ധി നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ ആ വാഗ്ദത്ത വഴിയിലൂടെ നടക്കുന്ന സംക്ഷിപ്ത രൂപമാണ് ആവർത്തന പുസ്തകത്തിലെ ഞാൻ ഇപ്പൊ വായിച്ച വാക്യത്തിന്റെ യഥാർത്ഥ രൂപം. അപ്പോൾ അവര് കഴിഞ്ഞ ഈ പ്രതിസന്ധി നിറഞ്ഞ വഴിയിലൂടെ നടന്നു വരുമ്പോൾ അവരവരുടെ വാഗ്ദത്ത ദേശത്തെ കാണുമ്പോൾ അവരെ നടത്തിക്കൊണ്ടുവന്ന മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വന്ന വഴി, നമ്മൾ സഞ്ചരിച്ച ഈ കഴിഞ്ഞ 38 വർഷം സഞ്ചരിച്ച നമ്മുടെ യാത്രയുടെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൂത് ഞാൻ പറയാം. ഒരു ദൂത് കയറി വരുന്നു. ഇന്നലകളിൽ ഇന്ന് രാത്രി ഈ പകൽ പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ദൂത്, അവിടെ 1-2 ദൂത് കൈമാറുകയാണ്. ഇന്നലകളിൽ ഏത് വാക്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഭാരപ്പെട്ടത്, പരിശുദ്ധാത്മ രാവിലെ നിങ്ങൾക്ക് കൈമാറുന്നു. ഈ വർഷത്തിന്റെ അവസാനത്തെ ഇന്ന് ഞാൻ പറയുന്നു, ഇതേ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. വരുന്ന വർഷം ദൈവം തരുന്നൊക്കെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. കാരണം ദൈവാത്മാവിന്റെ പക്കൽ വരുന്ന ദൂത് ഇതാണ്. അതിൽ നിങ്ങൾ എന്നലകളിൽ ഏത് വാഗ്ദത്തത്തിന് വേണ്ടിയാണോ നിങ്ങൾ യാത്ര ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ആ യാത്രയുടെ അവസാനം വന്നെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങളുടെ വാഗ്ദത്ത
വാഗ്ദത്തങ്ങളുടെ യാത്രയുടെ അവസാനം വന്നെത്തിരിക്കുകയാണ്. അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതു വാഗ്ദത്തത്തിന് വേണ്ടിയാണോ ഇറങ്ങിത്തിരിച്ചത് അത് നിങ്ങളുടെ കൺമുൻപിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കയ്യെത്തിപ്പിടിക്കത്തക്ക നിലയിൽ തമ്പുരാൻ നിങ്ങളുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമുക്കറിയാം, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ദൈവത്തോട് പറഞ്ഞു, അല്ലല്ലേ മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചിയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ എന്താ കഴിക്കുന്നത്? പിന്നെ നിസ്സാരമായ, അതായത് മന്ന കൊടുത്തിട്ട് അവർക്കും കൂടെ തൃപ്തി വരാതിരുന്നപ്പോ തമ്പുരാൻ ചോദിക്കുകയാണ്, അയ്യോ ഞങ്ങൾക്ക് ഇറച്ചിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ കരയുമ്പോൾ തന്നെ മോശ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, ഈ ജനത്തിനെ കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു, കാരണം ഇവർക്ക് ഇറച്ചി ഞാൻ അവിടുന്ന് കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു ലീഡർ നിന്ന് കരയുമ്പോൾ ലീഡറിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവസാരഥി ദൈവം പറയുക, കുഞ്ഞ് ഭാരപ്പെടേണ്ട, അവർക്ക് ഞാൻ കൊടുക്കും. അവര് ഇന്ന് വരെ കഴിക്കാത്ത പുതിയ ഫുഡ്, അല്ലെങ്കിൽ പുതിയ ബീഫ് ഞാൻ അവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഞാൻ അവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കൊടുക്കും? ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഒറ്റ കാറ്റ് മതി നിന്റെ അടുക്കിലേക്ക് പറന്നു വരുന്ന ചില മണ്ഡലങ്ങളെ ഒരുക്കാൻ ദൈവത്തിന് ഇന്ന് രാവിലെ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചിറകില്ലാത്തതിനെ ചിറക് വെപ്പിച്ച റഗമ സതുൽ കമാനിയ, നിന്റെ അടുക്കിലേക്ക് പറന്നു വരത്തക്ക നിന്റെ ബൈബിൾ ഇങ്ങനെ പറയുന്ന ഒരു മുഴം 2 മുഴം ഉയരത്തില പറന്ന് ഇസ്രായേലിനെ എവിടെ നിലവിളിച്ചോ അവരുടെ അടുക്കിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് പകൽ പറയുന്നു, ലോകത്തിന്റെ എവിടെ ഒക്കെ ഇരുന്നു കൊണ്ട് ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുന്നു, നിങ്ങൾ നിലവിളിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ ദൈവത്തിന് കഴിയും. ദൈവ പ്രധാനപ്പെട്ട ദൂത് തരിക ഇന്ന് രാവിലെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ ജനമേ, ഭയപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. വാഗ്ദത്തങ്ങൾ അല്ലേ പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. ദൈവത്തിന് ഒരു സെക്കൻഡ് മതി പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മതി. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു, 1, 2, 3 യാമം പ്രതീക്ഷിച്ചിട്ട് വഴി നടന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു 4ാം യാമം വെളിപ്പെടുകയാണ്. ഒരു പ്രഭാതയാമമുണ്ട് കേട്ടോ. അടമനത് ആ പ്രഭാതയാമത്തിന്റെ കർത്താവിന്റെ വര നോക്കിക്കേ. ആരെങ്കിലും വിടുകയില്ല, കർത്താവ് നേരിട്ട് നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചേ. കരയ്ക്ക് നിന്നോണ്ട് ശാസിക്കല്ല, മറിച്ച് നീ ഭാരപ്പെടുന്ന നീ തകരുമെന്ന് പറയുന്ന ആ സ്ഥലം, ആ പ്ലേസ്മെന്റ് എവിടെയാണോ അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു അരിമനാഥനാണ് നമ്മുടെ കർത്താവ്. 4ാം യാമത്തിൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ആ മണ്ഡലത്തിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു കരുത്തനായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ യാത്രയുടെ അവസാനം വന്നെത്തിയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ, വാഗ്ദത്തങ്ങളുടെ അടയപ്പെട്ട വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഓപ്പൺ ചെയ്യുന്ന പകല ഇന്ന് രാവിലെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ 2025 അവസാനിക്കുന്ന ഈ പ്രഭാതം, നാളെ നമുക്ക് പ്രഭാതമുണ്ടെങ്കിൽ അത് 2026 അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ പുറകിലേക്ക് ഈ പ്രഭാതം പോകുമ്പോൾ ടാറ്റ പറഞ്ഞവിടെ ഇങ്ങനെ വിളിച്ചു പറ, എന്റെ വാഗ്ദത്തത്തിന്റെ വഴി, അടയപ്പെട്ട വാഗ്ദത്തിന്റെ വഴി എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ദിവസങ്ങളാണ് മുമ്പോട്ടുള്ളത് എന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. പക്ഷെ പലപ്പോഴും ജനത്തിന് അത് പ്രാപിക്കാനെത്താതെ വണ്ണം അവരെ ഭയപ്പെടുന്ന ചിലതുണ്ട്, അവരെ ഭീരുത്വമാക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഇന്ന് പകൽ പറയുന്ന സാഹചര്യങ്ങളെ നോക്കിയ പലപ്പോഴും ഭയപ്പെടുന്നത്. ഒരു ദൂത് ഞാൻ കൈമാറുന്നു. പ്രൈസ് ദി ലോർഡ്. ദൂത് കൈമാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിലെ അല്ലെങ്കിൽ ബലത്തോടെ നടത്തുന്നത് വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചു ഓർത്തിരിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്റെ പിതൃഭവനം ദേശവും ചാർച്ചക്കാരെ വിടണം. വിട്ടുകൊണ്ടെന്ന് പറയണം. അടുത്ത വാക്യം പറയുന്നു, 6 കൂട്ടം അനുഗ്രഹം അവന്റെ മേൽ കർത്താവ് വെച്ചു. അപ്പൊ ശ്രദ്ധിച്ച്, വാഗ്ദത്തമില്ലാത്ത ആരും ഇതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചിലത് വിടാൻ തമ്പുരാൻ പറയുമ്പോൾ ചിലതിനെ ചിലതിനോട് ഗുഡ് ബൈ പറയുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവമാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ വിളിച്ചു പറയുന്നു, പുറകിൽ ചില ഓഫർ പുറകിലുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ പേര് ഞാൻ വലുതാക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബെൻസൺ പാസ്റ്റർ എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ലോകത്തിന്റെ 15ഓളം രാജ്യങ്ങളിൽ കർത്താദാസൻ അറിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം പേര് വലുതാകുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പേര് എങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം പറയാ, ഒന്ന് നിന്റെ പേര് വലുതാകാൻ പോവുകയെ. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഇന്നലകളിൽ നീ ആരും അറിയാത്ത വ്യക്തിയാണെങ്കിൽ, ഇന്നലകളിൽ ആരും നിന്നെ സ്പർശിക്കാത്ത വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാവിലെ ദൂത് കൈമാറുന്നു. നിന്റെ പേര് ദേശങ്ങളൊക്കെ വ്യാപിക്കാൻ പോവുകയാണ്. നിന്റെ പേര് കൺട്രി വിട്ട് അടുത്ത കൺട്രിയിലേക്ക് പോകുന്ന ഒരു വ്യാപനത്തിലേക്ക് ദൈവാത്മാവ് പേര് കൊണ്ടുപോകാൻ പോവുകയാണ്. ദൂത്
ഏറ്റെടുത്തോ. ഔഡാമ ശാന്തൽ കമന ഘടകസിയ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി ഇടപെടുന്നു നിനക്ക് വേണ്ടി. അല്ലല്ലേ രാജ്യങ്ങളുടെ വാർത്ത ദൈവാത്മ തുറക്കുകയാണ്. ഈ 2026 ചില ഓപ്പണിംഗ്, ചില യാത്രകൾ ദൈവാത്മാവിനെ കാത്തിരിക്കുന്ന പരിശുദ്ധാത്മ പറയുകയാണ്. ആകിയ ദിവസം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, എന്റെ കാര്യം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്ന പരിശുദ്ധാത്മാവ് ഈ രാവിലെ ദൂത് കൈമാറുക. ഓ അല്ല, ദൈവാത്മ ഹേമിക്കുന്നത് കൊണ്ട് ദൂത് കൈമാറിയതാണ്. ഓ റബജനരകൾ ഖവിശാന്തൽ കമനക കുറേ കൂടെ വ്യാപനത്തിലേക്ക് ഓ ദൈവത്തിനെ നടത്താൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപ കൃപ കൃപ. ശ്രദ്ധിച്ചാട്ടെ, ഒരു ദൈവത്തിനെ മുൻപോട്ട് നയിക്കുന്നത് അവന്റെ മേൽ വ്യാപരിക്കുന്ന അവന്റെ പിൻപിൽ ഓഫറായി വെളിപ്പെടുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്, ചില പ്രോമിസുകളുണ്ട്. അവരുകാരോട് ദൈവം പറഞ്ഞു, നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ വേറെ ഇന്ന് പോലെ ഞാൻ പറയുന്നു, ആരും ദൈവത്തെ വെറുതെ സേവിക്കണ്ട. ഓ ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഒരു കുഞ്ഞു പേനെങ്കിലും നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവനാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ അല്പസമയം ഈ 1 മണിക്കൂർ ദൈവസ്ഥലം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദൂത് കൈമാറുന്നു. അതൊന്നും വെറുതെ അല്ല, അതെല്ലാം അനുഗ്രഹങ്ങളായി മടങ്ങി വരും. യെശയ്യാവ് 60 പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്ത് പറയും, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും, ക്രിസ്തുവിന്റെ തേജസ് നിന്റെ മേൽ വയ്ക്കും. അടുത്ത താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നു, ബൈബിളിൽ 14 കൂട്ടം അനുഗ്രഹം താഴെ എഴുതി വെച്ചിരിക്കുക. ഒന്ന് പറയുന്നു, നിന്റെ തലമുറ പാർശ്വത്തിൽ ചില നന്മയായി വഹിച്ചു കൊണ്ടുവരും. അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഒരു പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നവരാ. പാർശ്വത്തെ രാജ്യങ്ങളുടെ അലലിയ സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന മുത്തുച്ചിപ്പികളെ കൊണ്ടുവരാൻ കഴിയുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അലലി ദേശത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു അതിരുകളെ വിശാലമാക്കാൻ. ഓ അല്ലെ ഒരു ദിവസം പറഞ്ഞ ഒരിക്കലും ഞാൻ കേട്ടിട്ടുണ്ട്, നീ ദൈവത്തിന് വേണ്ടി നിന്ന കടല് കടന്നെങ്കിലും അനുഗ്രഹം നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ ഓർക്കുന്നു, കർത്താവദാസൻ റോബിൻ ബ്രദറെ കാനഡയിൽ നിന്ന് പാടും. ഞാൻ അവരെ ശ്രദ്ധിച്ചപ്പോൾ കാനഡ എന്ന് കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, കഴിഞ്ഞ കോവിഡിന്റെ സമയമായപ്പോൾ, കാരണം എനിക്ക് ചർച്ച് മിനിസ്ട്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ചർച്ച് മിനിസ്ട്രി ഇല്ല. അപ്പോൾ അങ്ങനെയിരിക്കുമ്പോൾ കോവിഡിന്റെ മാർച്ച് മാസം കേരളത്തില് നാളെ മുതൽ ലോക്ക്ഡൌൺ ആണ്, ആരും പുറത്തിറങ്ങരുത് പോകരുത് എന്നൊക്കെ പറഞ്ഞുള്ള അനൗൺസ്മെന്റ് ഇവിടെ വന്നപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും കയ്യിലില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ആരോട് ആർക്കും എന്ത് പറയാൻ പറ്റും? ചർച്ച് മിനിസ്ട്രി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ സത്യത്തിൽ അന്ന് രാത്രി ഈ പിറ്റേന്ന് ക്ലോസ് ആയപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തായിത്തീരും, നാളെ തുടർന്നുള്ള സമയങ്ങൾ എന്തായിത്തീരും എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് എന്നെ പോറ്റേണ്ടതിന് വേണ്ടി അന്ന് തുടങ്ങിയത് ഈ ഗ്രൂപ്പ് പ്രയർ. അതിന് മുമ്പ് വാട്സാപ്പിൽ നമ്മൾ ഗ്രൂപ്പ് പ്രയർ ഞാൻ കയറിയിട്ടൊന്നുമില്ല. പക്ഷേ അന്നാണ് പല ഗ്രൂപ്പുകൾ ഉണ്ടായത്. അതിൽ ഗ്രൂപ്പുകൾ കണ്ടപ്പോൾ എന്നെ അറിയുന്ന ചിലർ എൻ്റെ പേര് ആഡ് ചെയ്ത് പല ഗ്രൂപ്പിലേക്ക്, 1 10 12 ഗ്രൂപ്പിലേക്ക് പോയി. അപ്പൊ നമ്മളിരുന്ന് രാവിലെ പ്രാർത്ഥിക്കുക, ഓരോ ഗ്രൂപ്പ് കിട്ടുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന അറിഞ്ഞുകൊണ്ട് ആൾക്കാർ എന്നെ ഓരോ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക, കാരണം വേറെ സോഴ്സ് ഇല്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പക്ഷെ കണ്ടോണം, ഞാൻ അറിയാതെ ചെന്നപ്പെടാത്ത ഒരു ലിവിംഗ് വേഴ്സ് എന്ന് പറഞ്ഞ പറയുന്ന ഗ്രൂപ്പിലേക്ക് ചെന്നപ്പെട്ടു. ആ ഗ്രൂപ്പിനകത്ത് കാനഡയിലുള്ള ഒരു സാറ് അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ പ്രാർത്ഥന വിഷയം കണ്ടിട്ട് ഒരു ദിവസം എന്നോട് പാസ്റ്റർ പിന്നെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു, കൊടുത്തു. അദ്ദേഹം എന്നെ ആ കോവിഡിന് 2 വർഷം എന്നെ പോറ്റി. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കർത്തൃവേല, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറയുന്നു ഓ അല്ലെങ്കിൽ നീ ആത്മാർത്ഥതയോടാണ് ഈ രാവിലെ ഇതിനകത്ത് കയറിയെങ്കിൽ, പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് അല്ലെങ്കിൽ അത് ആത്മാർത്ഥതയാണ്, ദൈവത്തിന്റെ നിയോഗത്തോടെ ചെയ്യുന്നത്. ഞാൻ പറയുന്നു, കടല് കടന്നതിനെ അനുഗ്രഹം കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഞാൻ അന്നൊരു ദിവസം പറഞ്ഞു, ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഓർക്കുന്നുണ്ട്. 2 വർഷം സഭയാറില്ലാത്ത ഞാൻ ഹല്ലേലൂയ എന്നെ നടത്തിയ വിധം കാനഡയിൽ നിന്നാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ അവരെ ഓർത്തപ്പോൾ പെട്ടെന്ന് എനിക്ക് അവരെ സ്തോത്രം ചെയ്യാൻ തോന്നി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ 2 വർഷം ആ ദൈവദാസനെ എനിക്ക് വേണ്ട നന്മകൾ അയച്ചു തരാനിടയായി. ഞാൻ പറഞ്ഞത് ഒരു ബന്ധവും ഇല്ല, ഞങ്ങൾ യാതൊരു അറിവും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, നീ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയാണെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ കരയാൻ നീ തയ്യാറാണെങ്കിൽ, പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്നവരെ അല്ല, അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നീ പ്രതീക്ഷിക്കുന്നവരല്ല നിന്നെ സഹായിക്കുന്നത്, നീ ചിന്തിക്കുന്നവരല്ല നിനക്ക് വഴി ഓപ്പണാക്കുന്നത്. നീ നാളെ ദൈവത്തിന്, ബൈബിൾ പറഞ്ഞ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നമ്മൾ സേവിക്കുന്ന ആരാ? നമ്മളെ നല്ലതുപോലെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ, ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നത്, ശ്രദ്ധിച്ച്, വാഗ്ദത്തമില്ലാതെ ആരും ജീവിക്കുന്നില്ല.
പ്രൈസ്തലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. അല്ലെ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഞാൻ പറഞ്ഞു ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ പറയുന്നു അബ്രഹാമിന്റെ വാക്തം കൊടുക്കുകയാണ്. ഒന്ന്, നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. അടുത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞിട്ട് താഴെ പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കുന്നതിനെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം പറയുക, നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിച്ച്, ഇന്ന് ലോകത്തിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യഹൂദൻ നിമിത്തമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. യഹൂദനെ തള്ളി മാറ്റാൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. കാരണം എന്താ അറിയാമോ, അല്ല ഇന്ന് കാണുന്ന ഹല്ലേലൂയ നമ്മളോട് ഉപയോഗിക്കുന്ന ഇപ്പൊ ഈ മാധ്യമം, ഈ മൊബൈൽ കണ്ടുപിടിച്ചത് ആരാ? ഈ ഇന്നത്തെ വോട്ട് സംവിധാനം കണ്ടുപിടിച്ചത് ആരാ? ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് ആരാ? എല്ലാം ഇസ്രായേൽ മക്കളാ. അങ്ങനെയാണ് ശ്രദ്ധിച്ച്, അവനാൽ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതൊന്നും വഴി മാറത്തില്ല. അബ്രഹാമേ, നീ ഇറങ്ങി തിരിച്ചത് കൊണ്ട് നിന്റെ തലമുറയിലൂടെ നാളെ നീ തീർന്നു പോയാലും, അബ്രഹാം നീ മരിച്ചു പോയാലും, തലമുറ പിന്തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ അവരെ കൊണ്ട് ദൈവം വഴിയൊരുക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അമ്മ പറയുന്നു, വാഗ്ദത്തം ക്രൈസ്തവ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാണ്. ഒന്നുകൂടെ ഞാൻ വാക്കുകൾ വായിക്കുന്നു. ഇന്നലകളിൽ ഏത് വാക്തത്തിന് വേണ്ടിയാണോ നീ ഇറങ്ങി തിരിച്ചത്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുന്നു. ആത്മാവ് ദൂത് കൈമാറുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് രാവിലെ നിങ്ങൾ വളരെ ദൈവാപക്ഷലോട് വ്യക്തമായി ഇടപെടുകയാണ്. ഇവൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില വഴികൾ ഓപ്പൺ ചെയ്യുന്ന ദിവസങ്ങളാണ്, തുടർന്നുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഇന്ന് എന്റെ വിഷയങ്ങളെ കേട്ടുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 38 വർഷത്തിന്റെ നടപ്പിന്റെ അവസാനം വന്നിരിക്കുന്നു. ചില നാളുകളായി ഭാരപ്പെട്ട ചില വിഷയത്തിന് നടുവിൽ അവരാ പറയുന്നു, വഴി പുതിയത് ഓപ്പൺ ചെയ്യുന്ന, പുതിയ വഴി ഓപ്പൺ ചെയ്യാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ദേശത്തെ ഒരു വിഷയം ഇതാണ്, ദേശം കൺമുമ്പിലുണ്ട്, ശരിയാ. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? പോയി അതിനെ അവകാശമാക്കണം. അവകാശമാക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 26 അധ്യായത്തിന്റെ 12 താഴേക്കുള്ള വായിക്കണ്ട. അവിടെ ഇങ്ങനെ എഴുതിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ഗോത്രപിതാക്കന്മാർ അവർ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവര് രാപ്പകൽ ആരാധിച്ച് വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയത്. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്ന വാഗ്ദത്തങ്ങൾ ചുമ്മാ ദൂത് കേട്ടിട്ട് പോകാൻ പാടില്ല. ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആരാധിച്ച്, എങ്ങനെ രാവും പകലും ആരാധിച്ച വാഗ്ദത്തങ്ങളെ അവകാശമാക്കി തന്നെ തിരിഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ കാണുന്നത് എങ്ങനെയാണ്? 6-ാം അധ്യായത്തിൽ അവിടെ താഴെ കാണുമ്പോൾ ഇങ്ങനെയാണ്. 6-ാം വായിക്കുമ്പോൾ താഴെ എങ്ങനെയാണ്? അവിടെ പറയുകയാണ്, അവിടെ ദീർഘക്ഷമയാലും ഹല്ലേലൂയ അവിടെ പറയുകയാണ്, വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ അവകാശമാക്കിയ അവരുടെ അനുകാരികളായി തീരുവിൻ. അപ്പൊ ദീർഘക്ഷമ വേണം വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ. അടുത്ത വിശ്വാസത്താലും ദീർഘക്ഷമയാലും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോ അവിടെ പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന അനുകാരിയായി തീരണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രാപ്പകൽ ആരാധന വേണം. 2 വിശ്വാസം വേണം. 3 ദീർഘക്ഷമ വേണം. ഇതും കൂടെ ചേർത്ത് വെച്ചാൽ ഞാൻ പറയുന്നു, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളുടെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് ഈ രാവിലെ കഴിയുമെന്ന് ഞാൻ ഒന്നും കൂടെ അസന്നിഗ്ധമായി ദൂത് പറയുക. വാഗ്ദത്തം കേട്ടിട്ട് കിടന്ന് ഉറങ്ങരുത്. വാഗ്ദത്തം കേട്ടിട്ട് പ്രൈസലോ അതിനെ നിസ്സാരമാക്കി കളയരുത്. വാഗ്ദത്തം കേട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ട് രാപ്പകൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുന്നെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പവിത്രത നഷ്ടമാകത്തില്ല. തീർച്ചയായിട്ടും ഹല്ലേലൂയ നമ്മെ പരാജയപ്പെടുത്തുന്ന ഒരു ശക്തിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക. ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ചേ, ഈ വാഗ്ദത്തങ്ങൾ അടുത്തു വരുമ്പോൾ ഈ വാഗ്ദത്തത്തിന് 2 വഴികളുണ്ട്. ഒന്ന് വാഗ്ദത്തവും വഴിയും 2. ഈ വാഗ്ദത്തവും വാഗ്ദത്ത വഴിയും രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മളോട് വാഗ്ദത്തം കേൾക്കുമ്പോൾ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവാസൻ ദൂത് പറയുന്നു, നിന്നെ പിന്നെ നിന്റെ കണ്ണുനീര് ദൈവം കണ്ടു, നിനക്ക് പുതിയ വഴി തുറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് നമ്മൾ അനുഭവിച്ച വിഷയത്തിന്റെ നടുവിലാണ് നമുക്ക് ആ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടായി കേട്ടിട്ട് നമ്മൾ എന്നെയാ ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് നമ്മൾ കരഞ്ഞ് ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ആരാധന തീരുന്നവരെ നമ്മൾ ആരാധന തന്നെ ആയിരിക്കും. പക്ഷെ ആ ആലയം വിട്ടോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ വീട് വിട്ടോ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ, അല്പം മിനിറ്റുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ആ കേട്ട വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യുക? മറക്കുക. ആ വാഗ്ദത്തം കേട്ട ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു സന്തോഷം നമ്മൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജ് നിരാശയിലേക്ക് കയറി. എന്താ കാര്യം? വാഗ്ദത്തം കേൾക്കുമ്പോ വാഗ്ദത്ത വഴിയും 2. വാഗ്ദത്തം കേട്ടിട്ട് വാഗ്ദത്ത വഴിയുണ്ട്. വഴി കാണുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? തകർന്നു പോകും. നമുക്കറിയാം, ഇശ്രായേലിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ കനാൻ ദേശത്തേക്ക് നിങ്ങളെ അയക്കുകയാണ്. കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമൊക്കെ.
അപ്പൊ ഈ പാൽ തേനൊഴുകുന്ന മാത്രം കേട്ടപ്പോൾ ഇവർക്ക് വലിയ സന്തോഷം, അവർ പുറപ്പെട്ടു വന്നു. പക്ഷേ ആ പോയ വഴി ഇവർ നേരത്തെ അറിഞ്ഞില്ല. അതായത് നിങ്ങൾ 30-40 വർഷം കൊണ്ടാണ് അവിടെ എത്തുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരൊറ്റ എണ്ണം അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, യാത്രയ്ക്ക് കൂടത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാക്തത്വവും വാക്തത്വ വഴിയും രണ്ട് ധ്രുവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, വാക്തത്വം കേൾക്കുമ്പോൾ തന്നെ ഓർത്തണം ഇതിന്റെ മുമ്പിൽ ഒരു വഴിയുണ്ട്. ഈ വഴി പ്രൈസലോ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കണം, ഞാൻ ഈ വഴിയിലൂടെ പോയെങ്കിൽ എനിക്ക് വാഗ്ദത്തം ലഭിക്കുകയുള്ളൂ. പ്രൈസലോ അനേക കഷ്ടങ്ങളിലൂടെ നടന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നത്, അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അതിനർത്ഥം വാഗ്ദത്തം ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ അയ്യോ എന്റെ മേലുണ്ടായ പ്രതിസന്ധിയാണ്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, യെരൂശലേമിൽ പ്രസംഗിക്കണം. കാരണം അവിടുത്തെ പെരുന്നാളിൻ്റെ അന്ന് ജനം കൂടും. ആ സമയത്ത് എനിക്ക് ഒരു പ്രസംഗം നടത്തണമെന്ന്, മരിച്ചാലും വേണ്ടിയില്ല, പുള്ളിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രസംഗിക്കാനായിട്ട് വന്നപ്പോൾ പ്രസംഗിക്കാൻ പറ്റിയില്ല. എന്നാ കാര്യം, അവിടെ തന്നെ അവിടെ ആളുകൾ അറിവ് കൊടുത്തു, ഇവര് ഭൂമി മനുഷ്യനെ നമ്മുടെ ഉപദേശത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പടിക്കെട്ടിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് സുവിശേഷം പറയാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു സങ്കടത്തിലേക്കുമ്പോൾ തന്നെ ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്റെ മനസ്സിലെ ഭാരം എന്തോ, ചെങ്ങലയുടെ വലിപ്പമോ അല്ലെങ്കിൽ ഇടിച്ച അതൊന്നും അല്ല പുള്ളിക്ക് വിഷയമല്ല. പുള്ളി ചിന്ത ചെയ്ത്, കർത്താവേ എനിക്ക് ആ മെസ്സേജ് ഒന്ന് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വലിയ ആത്മദാഹം തന്റെ അകത്ത് നമുക്ക് ആ വാക്യത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോൾ നോക്കിയോണേ, രാത്രിയില് രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, പൗലോസേ പ്രൈസലോ, നീ യെരൂശലേമിൽ മാത്രമല്ല, നീ റോമിൽ. കണ്ടോ, ഇവൻ ചിന്തിക്കാത്ത തലത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്തം കേൾക്കുമ്പോ വാഗ്ദത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന ചില പ്രതിസന്ധി വരുമ്പോൾ നിന്നെ തകർക്കാനല്ല, നീ പ്രതീക്ഷിക്കാത്ത ഇന്ന് വരെ കാണാത്ത പൂത്തൻ ചില സ്ഥലങ്ങളിലേക്കുള്ള ചില ട്രാവലിംഗ് നിന്റെ മേൽ ദൈവത്തിന് കരുതാൻ പദ്ധതി ഉള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ വാഗ്ദത്തം കേട്ടോണ്ടാണ് പ്രതിസന്ധിയാണ്, പ്രതികൂലമാണ്, വിട്ടുമാറാത്ത പ്രതിസന്ധിയാണ്, വിട്ടുമാറാത്ത അല്ലെങ്കിൽ ക്യാഷിന്റെ പ്രോബ്ലങ്ങളാണ്, ശാരീരികമായ ക്ലേശങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുമ്പോൾ ഒറ്റപ്പെടലേക്ക് വരുമ്പോൾ ഓർത്തോണം, നിന്റെ വാഗ്ദത്തം ചെറിയ വഴിയല്ല, അതിന്റെ അല്ലെങ്കിൽ വലിയൊരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയാ. നമുക്കറിയാം, ശ്രദ്ധിച്ച ബൈബിളിന്റെ അവസാനത്തെ ഭാഗത്ത് ഗ്രാഫുണ്ട്, പൗലോസ് സഞ്ചരിച്ചെന്ന് പറഞ്ഞൊരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് യെരൂശലേമിന്റെ പടം ഇങ്ങനെ അറ്റമോ ഒരറ്റോ, ബൈബിളിന്റെ ഒരറ്റോ. പക്ഷെ റോം എന്ന് പറയുന്നത് ആയ ബൈബിളിന്റെ അങ്ങേ അറ്റമാ, ആ ഗ്രാഫിന്റെ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റമാ. അപ്പൊ അതിന്റെ അർത്ഥം നോക്കി, അപ്പൊ എന്ത് ദൂരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ അർത്ഥം നിന്റെ മേലൊരു വാഗ്ദത്തം പറയുമ്പോൾ നിന്റെ ആഗ്രഹം യെരൂശലേമിലാണെങ്കിൽ, അവനെ പറഞ്ഞു, കുഞ്ഞെ യെരൂശലേമിൽ മാത്രമല്ല, ഞാൻ നിന്നെ നിന്നെ ഞാൻ നീട്ടി പരത്താൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ, അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത് വാഗ്ദത്വവും വാഗ്ദത്ത വഴിയും രണ്ടാ. അപ്പൊ വാഗ്ദത്തം കേൾക്കുമ്പോൾ ഓർത്തോണം, ഇതിന് പുറകിൽ ഒരു വഴിയുണ്ട്. ഗോഡ്സ് ആൻഡ് വേ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ആ വഴി തിരിച്ചറിയണം. ആ വഴിയിലൂടെ കയറുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഇസ്രായേൽ മക്കൾ പറഞ്ഞത്, അയ്യോ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി. അവർ പറഞ്ഞതിന്റെ കാരണം അറിയാമോ? ഈ വഴി സഞ്ചരിച്ചപ്പോഴാണ്. വഴി സഞ്ചരിച്ചപ്പോൾ പ്രതിസന്ധി പല നിലയിൽ കയറുന്നപ്പോൾ ഇവര് ഒരുമിച്ച് പറഞ്ഞ കാര്യമുണ്ട്, അയ്യോ അവിടെ സൗകര്യമില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്താ കാര്യം എന്നറിയാമോ? വഴി ഇവരെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ദൂത് കൈമാറാം. നാടുകളാ നിങ്ങളോട് പറയപ്പെട്ട പല വാഗ്ദത്തങ്ങളും അത് ദൈർഘ്യമായി പോകുമ്പോൾ അവിടെ നിരാശപ്പെടുകയല്ല വേണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ വാഗ്ദത്തം യെരൂശലേമിൽ ഒതുങ്ങുകയല്ല, എന്റെ ചുറ്റുവട്ടത്തിൽ ഒതുങ്ങുകയല്ല, ഗുജറാത്തിൽ മാത്രം ഒതുങ്ങുകയല്ല, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങുകയല്ല, മറിച്ച് അത് വലിയ ഡിഫറന്റ് അകലത്തിലേക്കുള്ള വലിയ യാത്രയാണ്. ഒരു ഹൈവേ പോലെയാണ്. ദൈവദാസനെ എന്റെ നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം നമുക്ക് പോലും അറിയാൻ കഴിയാത്ത ചിന്തയാ. നോക്കിയ റോമിലേക്കുള്ള വലിയ യാത്ര കിടക്കുമ്പോ ശ്രദ്ധിച്ചേ, ആ വാഗ്ദത്തം കേട്ടോടനെ 40 പേര് വ്രതം എടുക്കുക. എന്നാ കാര്യം? ഇവനെ കൊല്ലണം, വാഗ്ദത്തം പ്രാപിച്ചതിനെ കൊല്ലണം. അതുകൊണ്ടാ നമ്മുടെ ദൈവത്തെ വാഗ്ദത്തം കിടക്കുമ്പോൾ കാണാം നമ്മുടെ അകത്ത് കയറി വരുന്ന എന്തുവോ രോഗങ്ങള്, ദുഃഖങ്ങള്, അനർത്ഥങ്ങള്, ആക്സിഡന്റുകള് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ നമ്മൾ തകർന്നു. നോ, ഇല്ലില്ല. അത് വരുമ്പോ ഓർത്തോ, നിന്റെ വാഗ്ദത്തത്തിന്റെ വഴി വലുതാ. യെസ്, എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? നിന്നെ വഴി തകർക്കാൻ പിശാച് പദ്ധതിയിടുന്നെങ്കിൽ, നിന്റെ മരണം കാണാൻ ശത്രു കൊതിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നീ ഒരു വലിയ പ്രസ്ഥാനമാകാൻ പോകുക, നീ ഒരു ഒരു വഴിയിലേക്ക് എത്തുമെന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ട് ഇവിടെ പറയും 40 പേര് പറയുന്നത് ഇവനെ കൊല്ലും.
പ്രൈസ് ദി ലോർഡ്. യെസ് യാറാബാന സത്യ അതിന് ഒത്തിരി പണിയെടുത്തു, കടലിൽ താക്കാൻ നോക്കി. ഹല്ലേലൂയ. എവിടെല്ലാം എന്തെല്ലാം കാറ്റ് കൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം തകർത്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനം പറയുന്നു, ശ്രദ്ധിച്ച്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് വാഴിയിൽ കടലിൽ തള്ളിക്കളയുന്നവനല്ല, കാറ്റിൽ പറത്തിക്കളയുന്നവനല്ല. സമയമാകുമ്പോൾ നേരോടെ വിധി കൽപ്പിച്ച് നിന്നെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ച് അവിടെ നിനക്ക് വേണ്ടി വലിയ വഴികൾ ഒരുക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിച്ച് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഒന്ന് രണ്ട് പദങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നോട് കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് പറയാനുള്ള കാര്യമുണ്ട്. വാഗ്ദത്തവും വാഗ്ദത്ത വഴിയും രണ്ട് ധ്രുവത്തിലൂടെ സഞ്ചരിക്കുന്നത്. വാഗ്ദത്തം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. 1 മണിക്കൂറിൽ ചിലപ്പോൾ 2 ദിവസം, ഒരാഴ്ച, ഒരു പക്ഷേ നമ്മൾ ആ ഹാങ് ഓവറിൽ ഇങ്ങനെ പോകും. കാരണം ആ വാഗ്ദത്തം കേട്ട ആ വാഗ്ദത്തിലൂടെ നമ്മൾ പോകും. പക്ഷേ വാഗ്ദത്ത വഴി കാണുമ്പോൾ പലപ്പോഴും പിന്മാറ്റമുണ്ട്. നമുക്കറിയാം, യോസഫ് ഒരു സ്വപ്നം കണ്ടില്ലേ? ഒരു സ്വപ്നം കാണുക. എന്നാ അവൻ കാണുന്നത്? 11 ഒരു കറ്റ നിവർന്ന് നിൽക്കുന്നു. 11 കറ്റ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കവർന്ന് വീണ് കിടക്കുന്നു. അടുത്തത് പറയുന്നു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രം, ഒരു നക്ഷത്രത്തെ വണങ്ങുന്നു. ഇതൊക്കെ കാഴ്ച കണ്ടപ്പോ ഹല്ലേലൂയ സഹോദരങ്ങൾക്ക് മനസ്സിലായി ഇത് ഇവരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഭാഗം അറിയാം. പക്ഷെ സംഭവിച്ചതോ അങ്ങനെയാണോ സംഭവിച്ചത്? നീണ്ട 13 വർഷം യോസഫ് കടന്നുപോയ വേദകൾ എന്തായിരുന്നു? ഒരു ദർശനം കണ്ടതിന്റെ പേര് നോക്കി, ഒരു ദോഷം മറിച്ചിട്ടതുപോലെ അല്ലയോ ദേവദാസന്റെ ദർശനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇന്ന് പകൽ ഞാൻ ദൂത് കൈമാറുന്നു. നീ കണ്ട സ്വപ്നം എന്താണോ, അതിന് നീ കണ്ട വിഷയം എന്താണോ, അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിന് അറിയാം, അല്ലെങ്കിൽ എവിടെ കൊണ്ടുവന്ന് നിന്റെ ഈ നീ കണ്ട സ്വപ്നത്തിന്റെ വ്യാപനത്തെ എവിടെ കൊണ്ടാണ് അതിന്റെ പൂർത്തീകരണം ഉണ്ടാക്കുന്ന ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അടുത്ത സെക്കൻഡിൽ എന്താണെന്ന് അറിയത്തില്ല, അടുത്ത മണിക്കൂർ എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല, ഇന്ന് വൈകുന്നേരത്തിനകത്ത് എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല. പക്ഷെ തമ്പുരാന്റെ യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്, അവൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ. യെസ് അറാഹ. ഓ അല്ല, അവൻ എങ്കിൽ തന്നെ ലാസ്റ്റ് ആരംഭത്തിൽ തന്നെ അവൻ അവസാനമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ഹല്ലേലൂയ, യോസഫ് കണ്ടത് പ്രൈസ് ദി ലോർഡ് ഈ പറയുന്ന മേഖല, അത് അവിടെ വീട്ടിൽ നടത്തണമെങ്കിൽ ഒരു മഹത്വം ഉണ്ടാകത്തില്ല, ഒരു മാന്യത ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം അവനെ അയച്ചത് എവിടെയാ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, മിസ്രൈമിൽ അയച്ച. എന്നാ കാര്യം അറിയാമോ? മിസ്രൈമിൽ ഒരു ദിവസം ഒരു ക്ഷാമം വരാൻ പോവുകയാണ്. മാത്രമല്ല ഈ മിസ്രൈമിൽ ഹല്ലേലൂയ തന്നെ ജനത്തെ പാർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രൈസ് ദൈവം അവനെ തിരഞ്ഞെടുത്ത് മുന്നേ അയച്ചത്. അപ്പൊ ഈ വാഗ്ദത്ത വഴിയിലൂടെ സഞ്ചരിച്ചാണ് അവൻ അവിടെ എത്തുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കൈമാറുകയാണ്. ഓ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധി കണ്ട് ഭാരപ്പെടരുത്. അത് വാഗ്ദത്ത വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അനർത്ഥം കയറി വരുമ്പോൾ അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും വറിയിടാകേണ്ട, സകലം എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. സ്തോത്രം. ഓ കഷ്ടത വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, പ്രതികൂലം ഓർത്തോണം, ഇതിന്റെ പിൻപിൽ ഹല്ലേലൂയ ഒരു പർവ്വതം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പർവ്വതത്തിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേ സൈഡ് കാണും. അതുകൊണ്ട് നമ്മൾ പറയുന്നു ആ പർവ്വതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പോകുകയല്ല. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതിനപ്പുറത്ത് എന്തുകൊണ്ട് ഒത്തിരി വിശാലമായ സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോലെ പറയുന്നു, നിന്റെ മുമ്പിൽ പർവ്വതം പോലെ ഹല്ലേലൂയ സംഭവങ്ങളെ കൊണ്ടിട്ടിട്ട് അപ്പുറം നിന്റെ വാഗ്ദത്തത്തെ കാണാൻ കഴിയാതെ പർവ്വതം പോലെ കയറി നിന്ന് ഒരു സ്ക്രീൻ വെച്ച് മറച്ച് നിന്റെ കണ്ണിനെ മറച്ചു നിന്നാൽ പേടിക്കേണ്ട, അതിനപ്പുറത്ത് ചില പ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മ പറയുകയാണ്. ദൈവത്തിന്റെ ആത്മ വ്യക്തമായി ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ്. ആലല് നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ നടുവിൽ നമ്മൾ പറയുന്നു, ആലല് ഈ പർവ്വതം പോലെ നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ അവിടെ കൊണ്ട് തീർന്നു, ആലല് എല്ലാം പോയി, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്ക്രീനിൽ ഒന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ, അവിടെ ബ്ലാക്ക് ബോർഡ് മാത്രമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുന്നു അതിനപ്പുറത്തേക്കൊണ്ട് ആ വിഷയം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന്റെ മുകളിൽ കയറണം, പർവ്വതത്തിന്റെ മുകളിൽ കയറണം. എങ്ങനെയാ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നത്? യാക്കോബോട് പറഞ്ഞപ്പോ യാക്കോബോട് ദൈവം പറഞ്ഞിങ്ങനെയാ, പുഴുവായ യാക്കോബേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, മൂർച്ചയുള്ള പല്ലോടുകൂടിയ ഒരു മെതുവണ്ടിയാക്കും. യെസ്, ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്ന ഒരു ദൂത് ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്റെ മേൽ പറയപ്പെട്ട പല വാഗ്ദത്തങ്ങളും കാണാൻ കഴിയാതെ നീ ഭാരപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മേൽ ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മ പറയുകയാണ്, മൂർച്ച കൂട്ടാൻ നീ തയ്യാറാണെങ്കിൽ, യെസ് മൂർച്ച കൂട്ടണം. ഈ 2025 ഇവിടെ തീരുമ്പോൾ ഇന്നൊരു തീരുമാനം, രാവിലെ തീരുമാനം, കർത്താവേ ഞാൻ മൂർച്ചയാകാൻ പോവുകയാണ്.
മൂർച്ചയുണ്ടോ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ മൂർച്ചയുള്ള പല്ല് ഉള്ള ഒരു മെതുവണ്ടിയാകാൻ പോവുകയാണ്. തമ്പുരാൻ പറയുന്നു, നിന്നെ പർവ്വതത്തിന്റെ മേളിൽ ദൈവം കൊണ്ടിരുത്തും. പക്ഷേ എങ്ങനെ ഈ പർവ്വതത്തിന്റെ മേളിൽ കയറുന്നത്? മൂർച്ച വേണം, മൂർച്ച. ഹല്ലേലൂയ. പല്ലോട് കൂടിയ ഒരു മെതുവണ്ടിയായി നിന്റെ മുകളിൽ കയറിയിരുന്ന ബൈബിളിൽ പറയുന്നു, ആ പർവ്വതം കുറെ കഴിയുമ്പോൾ എന്തറിയാമോ, അത് പൊടിയാൻ തുടങ്ങും. കാരണം കയറിയതാരാ? മൂർച്ചയുള്ളവനാ കയറിയിരിക്കുന്നത്, പല്ല് ഉള്ള സാധന കയറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആധുനിക നിലയിൽ നമുക്ക് ചിന്തിച്ചാൽ മതി. ഒരു JCB കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ആ ഭാഗം എടുത്തിട്ട് JCB മേലോട്ട് കയറ്റി വിട്ടാൽ അത് എന്ത് ചെയ്യുന്നു? ഏത് പാറയാണെങ്കിലും അതിനെ എല്ലാം പൊട്ടി താഴെ വരും. അങ്ങനെയാണെങ്കിൽ ഇന്നവർ ശ്രദ്ധിച്ച് മൂർച്ചയുള്ള ഒരു വ്യക്തിത്വമായി ഈ രാവിലെ തീരുമാനിക്കാൻ നീ തയ്യാറാണ്. ഞാൻ പറയുന്നു, നിന്റെ മുമ്പിലുള്ള പർവ്വതത്തെ നീ പൊടിക്കാൻ പോകും. ബൈബിൾ ഇങ്ങനെ ആ വാക്യം താഴേക്ക് വായിക്കുന്നുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് അതിനെ പൊടിച്ചിട്ട് അടുത്ത വാക്യം പറയുന്നു, അതിനെ പറപ്പിച്ച് കളയുന്ന എഴുതിയാക്കുന്ന വാക്യം. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ മുമ്പിൽ പർവ്വതം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഒരു കട്ടി പിടിച്ച് ഏതാണ്ട് ഒരിക്കലും തകരത്തില്ല ഇങ്ങനെ നിൽക്കും എന്ന് പറയുന്ന ആ മേഖലയെ മൂർച്ചയുള്ള പല്ലോടുകൂടിയ മെതുവണ്ടിയായി അല്ലെ യാക്കോ മാറിക്കഴിയുമ്പോൾ ബൈബിൾ പറയുകയാണ്, അവന്റെ മുമ്പിലിരിക്കുന്ന പർവ്വതം ചെയ്തു പൊടിയായിട്ട് പറന്നുപോയി. കാറ്റ് എങ്ങോട്ടൊക്കെ അടിച്ചോ അങ്ങോട്ടൊക്കെ പറന്നുപോയി. പ്രശ്നമോ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ്. നിന്നെ വാഗ്ദത്തം കാണിക്കാതെ നിന്റെ മുമ്പിൽ നിന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത്തെ കണ്ട് ശെരുവാലിനോട് പറഞ്ഞാൽ മതി. ശെരുവാൽ പറയും, മഹാപർവ്വതം നീ എന്റെ മുമ്പിൽ എന്ത് ചെയ്യും? സമഭൂമിയായി തീരും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ മൂർച്ചയാകാൻ പോകുക. എത്ര പേര് എന്റെ മുമ്പിൽ തീരുമാനമെടുക്കും? ഈ രാവിലെ ഈ അവസാന സമയം ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? പുതുവർഷം ദൈവം തരുന്നെങ്കിൽ, കർത്താവ് ഞാൻ മൂർച്ചയുള്ള ഒരു വ്യക്തി, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പർവ്വതം ഒന്നും എനിക്ക് പ്രശ്നമല്ല. അങ്ങനെയാണ് സുവിശേഷ വിരോധം നമുക്ക് പ്രശ്നമല്ല. ഒറ്റ കണ്ടീഷനുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ വിഷയമുള്ളൂ. അല്ലെങ്കിൽ മൂർച്ച ഒന്ന് പ്രാപിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയിൽ ഒന്ന് മൂർച്ച പ്രാർത്ഥിക്കാൻ അല്ലെ പ്രാപിക്കാൻ പറ്റുമോ? വചന ധ്യാനത്തിൽ ആരാധനയിൽ ഒന്ന് മൂർച്ച വരുത്താൻ പറ്റുമോ? ഞാൻ വിളിച്ചു പറയുന്നു, പ്രൈസ്തലോ, അതിന്റെ നടുവിൽ മൂർച്ചയുണ്ടോ? പർവ്വതത്തിന്റെ മുമ്പിൽ പൊടിയാൻ പോകുക. പൊടിഞ്ഞാൽ പിന്നെ ഒരു ദൂത് പറയാൻ, കാറ്റ് എങ്ങോട്ടൊക്കെ അടിക്കുന്നോ പറന്നു പൊക്കോളും. ദൂതുമല്ല, മനസ്സിലാകുന്നുണ്ടോ? ഇന്നോ പകൽ പ്രൈസ്തലോ ദൈവത്തിന്റെ ആത്മാവിനോട് ദൂത് കൈമാറുന്ന ഒറ്റ ദൂത് ഇതാണ്. ഹല്ലേലൂയ. ദേശം നിന്റെ മുമ്പിൽ കയ്യിരിക്കുന്നു, ദേശം നിന്റെ കയ്യിലിരിക്കുന്നു. പ്രൈസ്തലോ. നമ്മൾ പലപ്പോഴും പറയുന്ന പല ആളുകൾ പറയും, മർദ്ദവാളുടെ കയ്യിൽ ആ ദേശം. നോ, നിന്റെ കൈ ദൈവം തന്നിരിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന ആ കർത്താവിന്റെ ദാസിമാരെ, ആളുകളെ ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, ദേശം നിന്റെ കൈ തന്നിരിക്കുക. പ്രൈസ്തലോ. നീ അതിനെ എന്ത് ചെയ്യണം? കൈവശമാക്കണം. നീ പറയുന്നത് അവിടെ നടക്കാവും. നിന്റെ ദേശം നീ പറയുന്നത് നടക്കേണ്ടത്. നാവ് ചെറിയ അവയെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. നാവിലൊരു അധികാരമുണ്ട്. ഇന്ന് രാവിലെ ബൈബിൾ പറയുന്നത്, സദൃശ്യവാക്യത്തിൽ പറയുന്നത്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. നാവ് ചലിക്കുന്ന ഇടപെടുന്നത്. അങ്ങനെയാണ് നാവിന് വലിയ സാന്നിധ്യമുണ്ട്, ശക്തിയുണ്ട്. അങ്ങനെയാണ് ദൈവത്തിന് ദേശത്തിന്റെ കയ്യിലിരിക്കുന്നത്. നീ എന്ത് ചെയ്യരുത്? ദേശക്കാരെ ഭയപ്പെട്ടു പോകരുത്. ഞാൻ എന്റെ വാക്കുകൂടെ അവസാനിപ്പിക്കട്ടെ. എന്റെ ആ വാക്കുകൂടെ അവസാനിപ്പിക്കുക. മല്ലന്മാർ അല്ലല്ലേ, നമുക്കറിയാം, ഈ സംഖ്യാപുസ്തകം വായിക്കും 13-14 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, മോശ അല്ലലിയ തന്റെ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് 12 പേരെ അയക്കുന്നുണ്ട് കനാൻ ദേശം ഒന്ന് കണ്ട് മടങ്ങി വരാൻ. അവര് പോയി 40 ദിവസം എടുത്തു. 40 ദിവസം അവർ തന്റെ ദേശം മൊത്തവും കറങ്ങി തിരിച്ചു അവർ കണ്ട കാഴ്ച കറക്റ്റാ. അവിടുത്തെ അവർ പറയുക, തിരിച്ചു വന്നിട്ട് അവർ പറയുക, ഇവിടുത്തെ ഫലം സൂപ്പർ. 2 ഇവിടുത്തെ അതികായകന്മാരായിട്ടുള്ള ആളുകൾ. പിന്നെ അടുത്തവർ പറയുകയാണ്, അവിടുത്തെ പട്ടണം ഉറപ്പുള്ളതാണ്, അവർ ബലവാന്മാരാ. പ്രൈസ്തലോ. അങ്ങനെയൊക്കെ ഇവര് പറയുക. 10 പേര് വന്ന് പറയുകയാണ്, ഈ പറഞ്ഞ ദേശമൊക്കെ ക്ലിയറാ, ഈ പറഞ്ഞ ദേശമൊക്കെ ഉറപ്പും പട്ടണവും എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. 10 പേര് പറയുക, നമുക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം യുവമാർ അധികം, ഞങ്ങൾ അവിടുത്തെ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ ഞങ്ങൾ അവിടെ കണ്ടു. അപ്പൊ ഈ പറഞ്ഞ സംഭവം അവിടെ നമുക്ക് അവരെ ജയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളിയെ പോലെ തോന്നി എന്ന് പറയാ. ഇവർ 10 പേര് പറഞ്ഞ് ഭയപ്പെടുകയാണ്. പക്ഷെ 2 പേര്, കാലേബും യോശുവായും. കാലേബിനെ കുറിച്ച് പറയുന്നത് അവന് വേറൊരു സ്വഭാവം ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ പറയാമോ? അവൻ പൂർണ്ണ മനസ്സോടെ ദൈവത്തോടെ പറ്റി നിന്നൊരു സ്വഭാവം. റിക്കാമന വൈശ്യസിയ. ആ കാലേബെ പറഞ്ഞ സഹോദരന്മാരെ, അവരെത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര വലിയവന്മാരായിക്കോട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ കയ്യിൽ തരും. തൂതുവല്ലോ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ 10 പേര് പോയി കണ്ടിട്ട് എന്നാ അവര് ഭയപ്പെടാൻ കാരണം? ഞാൻ പറയാം, അവരകത്ത് എന്തില്ല? പൂർണ്ണമായി ദൈവത്തോടെ പറ്റിക്കാൻ പറ്റിയില്ല. പൂർണ്ണമായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത ആൾക്ക് അകത്ത് അധൈര്യം വരും. ഈ പ്രതിസന്ധി വരുമ്പോൾ അവർ പതറിപ്പോകും. അതുകൊണ്ടാണ് അവർ പലതും പറഞ്ഞു പോകുന്നത്. പക്ഷെ ദൂത് ഞാൻ കൈമാറുന്നു,
ഹല്ലേലൂയ. യോശുവയെ പോലെ കാലേബിനെ പോലെ പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ആ ദേശം ദൈവം തന്റെ കയ്യിൽ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ, അവിടുത്തെ ദേശം, അവിടുത്തെ ദേശത്തിന്റെ സ്വഭാവക്കാർ, അവിടുത്തെ ദേശക്കാർ എന്നറിയാമോ? നിവാസികളെ തിന്നുകളയുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ചോദ്യം, ഞാൻ ആ അധ്യായം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവര് 40 ദിവസം ആ മല്ലന്മാരുടെ നാട്ടിൽ കൂടെ നടന്നതെല്ലാം ഉറ്റു നോക്കിയപ്പോ ഇവരാരും തിന്നോ? ഇവരാരും തൊട്ടോ ഈ 40 ദിവസം? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിക്കുക, ഈ പ്രശ്ന നടുവിലല്ലേ നമ്മൾ അവിടെ പോയി നിന്നത്? എന്താ ഇതേ നമ്മൾ തൊടാത്തത്? നമ്മുടെ മിടുക്കല്ല, യേശുവിന്റെ രക്തം നമ്മുടെ വിലടയാളമുള്ളത് കൊണ്ട് ശത്രു നമ്മളെ തൊടാൻ പറ്റിയില്ല. എത്രയൊക്കെ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഈ 40 ദിവസം അതിനകത്തൂടെ ചുറ്റി കറങ്ങി നടന്നിട്ട് ഒരു ശക്തിക്ക് പോലും അവരെ തൊടാൻ പറ്റിയിട്ടില്ല. ഇവര് ഇപ്പം എന്ന് പറയുന്നത് കേട്ടോണ്ട് അവരെ നമ്മളെ തിന്നുന്ന ദേശമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യത്തൂടെ നമ്മളിപ്പോ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തൂടെ ഒരു 40 ദിവസം ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ ആൾക്കാർക്ക് പിടികിട്ടത്തില്ലേ? കുറച്ച് പേരോട് വന്നിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്നാൽ അപ്പോഴേ വിവരം അറിയും, പോലീസുകാർ വന്നവരെ പിടിക്കില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവര് ആ ദേശക്കാരല്ലേ, അവർ മറ്റൊരു ദേശത്ത് വന്ന് ഇവർ വരുമ്പോൾ ആൾക്കാർക്ക് പിടികിട്ടും. എന്നാൽ ഇവിടെ കുറച്ച് ആളുകൾ കുറച്ച് ദിവസം കൊണ്ട് ചുറ്റിക്കറങ്ങുന്നു എന്ന് പറയത്തില്ലേ? പറഞ്ഞാൽ ഇവരെ തിന്നുകളയത്തില്ലേ? തിന്നുന്ന ദേശമായിരുന്നെങ്കിൽ മല്ലന്മാരുടെ ദേശത്തിലൂടെയല്ലേ ഇവർ പോയത്? ഇവർ ഓർത്തില്ല, അവിടെ അവരെ കണ്ണിന്റെ കൃഷ്ണമണിയെ തടഞ്ഞു വെച്ച് അവരുടെ റെറ്റിനെ ബ്ലോക്ക് ചെയ്തിട്ട് ദൈവം നടത്തിയത് അവർ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൂത് പറയാം. എനിക്ക് ഗുജറാത്തിൽ ചില വർഷങ്ങൾ, എത്ര വർഷം എനിക്ക് അറിയത്തില്ലെങ്കിലും ഇത്രയും വർഷമായിട്ട് പ്രതിഷ്ഠയുടെ നടുവിലല്ലേ നടന്നത്? പ്രതികൂലത്തിന്റെ നടുവിലല്ലേ നടന്നത്? ഇന്ന് ഇന്ത്യ വരയ്ക്കുന്ന ആളുടെ ദേശത്തല്ലേ നടക്കുന്നത്? എന്തുകൊണ്ട് ഇതുവരെ തൊട്ടില്ല? അതിന്റെ അർത്ഥം ദൈവം ചിലതിന്റെ റെറ്റിനെ ബ്ലോക്ക് ചെയ്താൽ നമ്മെ തൊടാൻ പറ്റത്തില്ല. എത്രക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഇന്ന് വരെ വേണ്ടത് ധൈര്യമാണ്. ധൈര്യം എവിടുന്നാ വേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ്. ആരാധനയും അതിൽ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, അതിൽ അവനെ കണ്ട് ഭയപ്പെടത്തില്ല. മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ടവര് 10 പേര് നിരാശ പറയുമ്പോ, അവര് ദുഃഖം പറയുമ്പോ, അവര് ഭീരുവായി മാറുമ്പോ 2 ചുണക്കുട്ടികൾ പറയുക, അയ്യോ 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 ഇല്ലില്ല, ദൈവം അവരെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അത്രക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ദൈവാത്മ പറയുന്നു, ദേശത്തെ ദൈവം അവകാശമാക്കി തരാൻ പോവുകയാണ്. ദേശം നിന്റെ മുമ്പിലിരിക്കുന്നു. അതുകൊണ്ട് നീ അധൈര്യപ്പെട്ടു പോകരുത്. അതിന്റെ അർത്ഥം അധൈര്യപ്പെടുത്താനുള്ള ശക്തികളൊക്കെ എഴുന്നേറ്റ് വരും. പക്ഷെ അതിനെ കണ്ട് എന്ത് ചെയ്യരുത്? ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെടുന്ന ആത്മാവ്, ഞാൻ പറഞ്ഞു, ജഡത്തിലാ സഞ്ചരിക്കുന്നെങ്കിൽ ഭയം വരും, ആത്മാവിലാ സഞ്ചരിക്കുന്നെങ്കിൽ ഭയം വരത്തില്ല, കൊന്നാലും ഭയം വരത്തില്ല. ഹല്ലേലൂയ. രക്തം പുറത്തുകൂടെ പോയാലും കാൽവിനെ പോലെ സ്റ്റെഫാനസിനെ പോലെ ഇങ്ങനെ വിളിച്ചു പറയും, കർത്താവേ, കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ സ്വർഗത്തെ കർത്താവിനെ കണ്ടിട്ട് പറയുകയാണ്, കർത്താവ് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ കഴിയും. എന്റെ അർത്ഥം അറിയോ? അഭിഷേകം തിനതല്ലിയ ഈ ലോകത്തിലെ ഒരു ശക്തിയെ ഭയപ്പെടത്തില്ല. ഒരുപക്ഷെ മരണമായിരിക്കാം, മരിക്കുന്നെങ്കിൽ വിട്ടുപിരിച്ച് ക്രിസ്തുവിനോട് ചേരാൻ കാംക്ഷിക്കുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ അന്ന് ഒന്നുകൂടെ പറയുന്നു, ദേശം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ദേശം മന്ത്രവാദിയുടെ കയ്യിലല്ല, ദേശം മറ്റുള്ള പ്രാർത്ഥിക്കുന്നതിന്റെ കയ്യിലെ ദേശം ഇരിക്കുന്നത്. നമ്മളത് നമ്മുടെ അധികാരം, നമ്മുടെ അതോറിറ്റി തിരിച്ചറിയാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട കാര്യമില്ല. നീ പാർക്കുന്ന പഞ്ചായത്ത്, നീ പാർക്കുന്ന വാർഡ്, നീ പാർക്കുന്ന ദേശം നിന്റെ കയ്യിലായിരിക്കുന്നേ. യെസ്. ശതാധിപൻ പറഞ്ഞു, ഞാൻ ഒരുവനോട് കൽപ്പിച്ചാൽ ഒരുവനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ഒരുവൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് കർത്താവിനോട് അവൻ പറയുക, കർത്താവ്, നീ എന്റെ വീട്ടിൽ വരണ്ട, നീ ഒരു വേട് ഒന്ന് ഉരുവിട്ടാൽ മതി, അവിടെ അത്ഭുതം നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വേട്. നീ പറയുന്നത് സംഭവിക്കുന്നത്, നിന്നെ ദേശത്താക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇതുവരെ നീ ഭയപ്പെടരുത്. ഭയപ്പെടുന്നതിന്റെ വിഷയം കൊണ്ട് തരും. അതുകൊണ്ട് 2026 എങ്ങനെയൊക്കെയാ മുമ്പോട്ട് പോകുന്ന നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ഭയവും നമ്മുടെ അകത്ത് വരരുത്. നമ്മൾ പ്രാപിച്ച ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിനെ ഭരിക്കപ്പെടുന്നെങ്കിൽ പറയുന്നു, പർവ്വതത്തിന്റെ മുമ്പിൽ ഇടിയാൻ പോകുന്നു, നിന്റെ പ്രശ്നത്തിൽ അത് പറന്നു പോകുന്നു. എവിടെയാണെന്ന് അറിയത്തില്ല പൊടി പറക്കുന്നത്. അതുകൊണ്ട് ശെരുബാബേലിന്റെ മുമ്പിലേക്ക് മഹാപർവ്വതം നീ സമഭൂമിയായി തീരും. കൃപ എന്ന് പറഞ്ഞ ആർത്തുകൊണ്ട് നമ്മൾ ചില പുതിയ പണിയാൻ പോവുകയാണ്. എത്രർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അത് നിന്റെ ഉപയോഗിക്കുന്ന പ്രശ്നത്തെ തമ്പുരാൻ മാറ്റിയിട്ട് നിന്നിലൂടെ ചിലത് പുതിയത് പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആകിയല്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരമിരിക്കുന്ന ദൈവദാസർക്ക് നന്ദി പറഞ്ഞു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വീണ്ടും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ അവസരം ഒരുക്കട്ടെ. അവസരം ഒരുക്കി തന്ന ദൈവദാസർക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ എവിടെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശുദ്ധമായി ശാന്തമായി